കുടുത വറുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ബിരിയാണി കൊടുത്തു വിട്ടു കേട്ടോ. ബിരിയാണി കൈ കിട്ടിയപ്പോൾ ഉള്ള തുള്ളിച്ചാടലാണ് കണ്ടത്. അച്ഛൻ ആകെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു മീൻ കുടുതയാണ് കേട്ടോ. അപ്പം സാമ്പാറാണ് ഇന്ന് കറി. അപ്പം കുടുത വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ തന്നെ പറഞ്ഞു ഞാൻ വറുത്തോളാം. അപ്പോൾ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള മസാല ഒക്കെ തയ്യാറാക്കി. മസാല അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി തോന്നുന്നുണ്ട്. അച്ഛൻ സ്റ്റാർട്ട് ചെയ്തതും വെള്ളം തെറിച്ച് അച്ഛൻ ഞെട്ടിപ്പോയി. കൂടുതൽ തൽക്കാലം ഇന്ന് വറുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ബിരിയാണി കിട്ടിയല്ലോ. ഏട്ടൻ്റെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് അച്ഛൻ ബിരിയാണി കൊണ്ടുവന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു ഏതായാലും നമ്മൾ വറുക്കാൻ നിന്നതല്ലേ, അപ്പം മസാല ഒക്കെ സെറ്റാക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു തവണ തെറിച്ചുകൊണ്ട് മിക്സി ഓൺ ആക്കുമ്പോഴേക്കും അച്ഛൻ എന്നോട് ഓടിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയായി. അച്ഛൻ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ അത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ രാത്രിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പം അച്ഛനും വന്നു. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കാൻ. ബിരിയാണി കഴിച്ച് കുമ്പയൊക്കെ വീർത്തപ്പോൾ നല്ല ഉറക്കം വന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം, ഈ പൈജാമ സെറ്റിനെ കുറിച്ച് പറയാനാണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ കോളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പ്രൊഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഗുഡ് നൈറ്റ്.